ഇതൊരു രാജ്യത്തിന്റെ അടിത്തറയിൽ കുഴിച്ചു മൂടപ്പെട്ട സത്യമാണ്. ഭാരതത്തിന്റെ നിയമജ്ഞനായി ഡോക്ടർ BR അംബേദ്കർ ഉയർന്നു വന്നപ്പോൾ കിഴക്കൻ ബംഗാളിൽ അദ്ദേഹത്തിന് തുല്യനായ ഒരു നിയമവിദഗ്ധൻ പിറവിയെടുക്കുകയായിരുന്നു. ജോഗേന്ദ്രനാഥ് മണ്ഡൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അടിച്ചമർത്തപ്പെട്ട ദളിത് ജനതയ്ക്ക് വേണ്ടി സവർണാധിപത്യ ഹിന്ദു സമൂഹത്തിൽ നിന്നും മോചനം നേടി അദ്ദേഹം ഒരു സ്വപ്നത്തിൽ വിശ്വസിച്ചു. അതാണ് എല്ലാത്തിനും തുടക്കം, പാകിസ്ഥാൻ. എന്നാൽ ആ തീരുമാനത്തിലൂടെ മണ്ഡൽ സ്വന്തം ജനതയുടെ വിമോചകനാവുകയായിരുന്നില്ല, മറിച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചതിക്ക് ഇരയാവുകയായിരുന്നു. പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് അന്താരാഷ്ട്ര തലത്തിൽ മതേതര മുഖം നൽകാൻ വേണ്ടി മുഹമ്മദ് അലി ജിന്ന തന്ത്രപരമായി ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞ ഒരു മഹാന്റെ പേരാണിത്. ഒരു സ്ഥാപക നേതാവിനെ പോലും നിഷ്കരണം വഞ്ചിച്ച പാകിസ്ഥാൻ എന്ന മതരാഷ്ട്രത്തിന്റെ യഥാർത്ഥ സ്വഭാവം മണ്ഡലിന്റെ ദാരുണമായ അന്ത്യകഥയിലൂടെ നമ്മൾ ഇന്ന് തുറന്നു കാട്ടുകയാണ്. ജോഗേന്ദ്രനാഥ് മണ്ഡലിന്റെ ജീവിതം ആരംഭിക്കുന്നത് 1904 ജനുവരി 29-നാണ്. അന്നത്തെ ബംഗാൾ പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന ഇന്നത്തെ ബംഗ്ലാദേശിലെ ബാരിസാൾ ജില്ലയിലായിരുന്നു ജനനം. അദ്ദേഹം ഉൾപ്പെട്ട നാമശ്രുത സമുദായം അക്കാലത്ത് ചണ്ടാള സമൂഹം എന്ന അധിക്ഷേപ പേരിൽ അറിയപ്പെട്ടു. പുറം ലോകം കാണാൻ പോലും അവകാശമില്ലാത്തത്രയും അടിച്ചമർത്തപ്പെട്ടവരാണവർ. മണ്ഡലിന്റെ സ്വന്തം ഡയറി കുറിപ്പുകൾ വെളിപ്പെടുത്തുന്നത് പോലെ ഒരു നേരത്തെ വിശപ്പടക്കാൻ തോട്ടിപ്പണി വരെ ചെയ്യേണ്ടിയിരുന്ന തീവ്രമായ വ്യക്തിപരമായ പീഡനങ്ങളൊക്കെ അദ്ദേഹം അനുഭവിച്ചിട്ടുണ്ട്. അംബേദ്കറിന് സമാനമായിട്ട് അറിവാണ് വിമോചനമെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു. 1929 ബിരുദവും 34 നിയമബിരുദവും ഒന്നാം ക്ലാസ്സിൽ നേടിയെടുത്ത അദ്ദേഹം അഭിഭാഷകനായി പണം സമ്പാദിക്കാനുള്ള വഴി ഉപേക്ഷിച്ചു. പകരം 37 തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ബംഗാളിന്റെ നിയമസഭയിലെത്തി. ഈ വിജയം സവർണ ഹിന്ദുക്കളോടുള്ള ദളിത് ജനതയുടെ ആദ്യത്തെ തുറന്ന വെല്ലുവിളിയായിരുന്നു. എന്നാൽ 1940 കോൺഗ്രസ് നേതൃത്വവുമായി അകന്നതോടെ മണ്ഡലിന്റെ രാഷ്ട്രീയ ചിന്താഗതി മാറി. മണ്ഡലിന്റെ രാഷ്ട്രീയ നിലപാടിന്റെ കാതൽ സവർണാധിപത്യത്തോടുള്ള കടുത്ത അമർഷമായിരുന്നു. അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു, സവർണ ഹിന്ദുക്കളാണ് ഞങ്ങളുടെ പൊതുശത്രു. ദളിതരുടെയും മുസ്ലിങ്ങളുടെയും സാമ്പത്തിക സാമൂഹ്യ അവസ്ഥ ഏറെക്കുറെ സമാനമാണ്. അതുകൊണ്ട് തന്നെ ജിന്നയുടെ പാകിസ്ഥാനിലായിരിക്കും ദളിതർ കൂടുതൽ സുരക്ഷിതർ. ഹിന്ദു ഭൂവുടമകളുടെയും പണമിടപാടുകാരുടെയും ചൂഷണമില്ലാത്ത പാകിസ്ഥാനിൽ തുല്യത കിട്ടുമെന്ന് മണ്ഡൽ അതിയായി മോഹിച്ചു. ഈ പ്രതീക്ഷയെ മുഹമ്മദ് അലി ജിന്ന തന്ത്രപരമായി ചൂഷണം ചെയ്തു. ജിന്നയുടെ മുസ്ലിം ലീഗ് മന്ത്രിസഭയിൽ മണ്ഡലിന് മന്ത്രിസ്ഥാനം ലഭിച്ചു. 1946 ഇടക്കാല ഗവൺമെന്റിൽ ലീഗിന്റെ 5 പ്രതിനിധികളിൽ ഒരാളായി ജിന്ന മണ്ഡലിനെ നാമനിർദ്ദേശം ചെയ്തത് ഒരു രാഷ്ട്രീയ നാടകത്തിന്റെ തുടക്കമായിരുന്നു. ജിന്ന നൽകിയ വാഗ്ദാനങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. പാകിസ്ഥാനിൽ ഏത് മതവും ആചരിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം നൽകും. ദളിതർക്കായി ഭരണതലത്തിൽ 33% സംവരണം ഉണ്ടാകും. നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങളുടെ ക്ഷേത്രങ്ങളിൽ പോകാനായി നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട് എന്ന് 1947 ഓഗസ്റ്റ് 11 പ്രസംഗത്തിൽ ജിന്ന ദളിതരോടായി പറഞ്ഞു. ഈ മോഹന വാഗ്ദാനങ്ങൾ കേട്ട് മണ്ഡൽ സത്യം പറഞ്ഞാൽ വീണുപോയി. പാകിസ്ഥാൻ എന്ന ഇസ്ലാമിക രാഷ്ട്രം ഒരു മതേതര പറുദീസയായിരിക്കാമെന്ന് അദ്ദേഹം തെറ്റിദ്ധരിച്ചു. 1946 ബംഗാൾ കലാപത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും മണ്ഡലിന്റെ സമുദായക്കാരായിരുന്നു. മുസ്ലിം കലാപകാരികൾ നടത്തിയ കൂട്ടക്കൊലയായിരുന്നു അത്. എന്നിട്ടും മണ്ഡൽ മുസ്ലിങ്ങൾക്കെതിരെ ശബ്ദമുയർത്താതെ ദളിതർ മുസ്ലിങ്ങൾക്കെതിരായ അക്രമത്തിൽ പങ്കെടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് കിഴക്കൻ ബംഗാളിലൂടെ സഞ്ചരിക്കുകയുണ്ടായി. സ്വന്തം ജനതയെ പീഡിപ്പിച്ചവരെ വിമോചകരായി കണ്ട ആ ദുരന്ത നിമിഷം അവിടെ ആരംഭിക്കുകയായിരുന്നു. ജോഗേന്ദ്രനാഥ് മണ്ഡലിന്റെ ഈ തീരുമാനത്തെ ഡോക്ടർ BR അംബേദ്കർ അതിശക്തമായി തന്നെ എതിർത്തു. മണ്ഡലിന്റെ ത്യാഗത്തിലൂടെയാണ് അംബേദ്കറിന് ഭരണഘടനാ അസംബ്ലിയിൽ എത്താൻ കഴിഞ്ഞത് തന്നെ. അത്രയും അടുത്ത ബന്ധം ഉണ്ടായിരുന്നിട്ട് കൂടി പാകിസ്ഥാൻ വിഷയത്തിൽ അംബേദ്കർ കടുത്ത നിലപാടെടുക്കുകയുണ്ടായി. അംബേദ്കർ മണ്ഡലിനോട് തുറന്നടിച്ചു, ഇന്ത്യ തന്നെയാണ് നല്ലത്, പാകിസ്ഥാനിലേക്ക് ദയവ് ചെയ്ത് പോകരുത്, അത് ആത്മഹത്യാപരമാണ്. അംബേദ്കറുടെ വിഖ്യാത കൃതിയായ പാകിസ്ഥാൻ ഓർ പാർട്ടീഷൻ ഓഫ് ഇന്ത്യ എന്ന പുസ്തകത്തിൽ അദ്ദേഹം ഈ അപകടം കൃത്യമായി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇസ്ലാമിന്റെ സാഹോദര്യം സാർവത്രികമല്ല, അത് മുസ്ലിങ്ങൾക്ക് മാത്രമുള്ള മുസ്ലിങ്ങളുടെ സാഹോദര്യമാണ് എന്ന് അംബേദ്കർ പലതവണ പറയുകയുണ്ടായി. ഈ കൂട്ടത്തിന് പുറത്തുള്ളവരോട് അവർക്ക് അവജ്ഞയും വിദ്വേഷവും അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. മുസ്ലിങ്ങൾക്ക് ഒരു ഹിന്ദു കാഫിറാണ്, അതിനാൽ തുല്യ പരിഗണനയ്ക്കും ബഹുമാനത്തിനും അർഹനല്ല. ഇന്ത്യ ഒരു മതേതര രാഷ്ട്രമായി നിലനിൽക്കുമ്പോൾ ദളിതർക്ക് അവിടെ അവകാശങ്ങൾക്കായി പോരാടാൻ സാധിക്കുമെന്ന് അംബേദ്കർ വിശ്വസിക്കുകയുണ്ടായി. മണ്ഡൽ ഈ ദീർഘവീക്ഷണം തള്ളിക്കളഞ്ഞു. ജിന്നയുടെ വാക്കുകൾക്ക് മുന്നിൽ മണ്ഡൽ കീഴടങ്ങി. 1947 ജൂൺ 3 വിഭജനം പ്രഖ്യാപിച്ചതോടെ അദ്ദേഹം ഇന്ത്യ ഉപേക്ഷിച്ച് പാകിസ്ഥാനിലേക്ക് തിരിച്ചു. പാകിസ്ഥാൻ ഡൊമിനിയന്റെ 96 സ്ഥാപക നേതാക്കളിൽ ഒരാളായി മണ്ഡൽ മാറി. 47 ഓഗസ്റ്റ് 15 പാകിസ്ഥാൻ നിലവിൽ വന്നപ്പോ ജിന്നയെ ആദ്യ ഗവർണർ ജനറലായി തിരഞ്ഞെടുക്കുന്ന ചടങ്ങിന്റെ അധ്യക്ഷൻ ജോഗേന്ദ്രനാഥ് മണ്ഡലായിരുന്നു.
തുടർന്ന് പാകിസ്ഥാന്റെ പ്രഥമ ക്യാബിനറ്റിൽ അദ്ദേഹം നിയമം തൊഴിൽ മന്ത്രിയായി. ഇതൊരു വമ്പൻ രാഷ്ട്രീയ നാടകമായിരുന്നു കേട്ടോ. ലോകത്തോട് വിളിച്ചു പറയാൻ ജിന്ന് ഉപയോഗിച്ച വെറും ഒരു രാഷ്ട്രീയ ഉപകരണം മാത്രമായിരുന്നു മണ്ഡൽ. പാകിസ്ഥാൻ ഒരു മതേതര രാജ്യമാണ്. ഇവിടെ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു അലങ്കാര വസ്തു മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ മന്ത്രി പദവി എന്ന് പറയുന്നത്. എന്നാൽ ഈ കപടമുഖം അധികകാലം ഒന്നും നീണ്ടു നിന്നില്ല. ജിന്നയുടെ മരണശേഷം പാകിസ്ഥാൻ അതിന്റെ യഥാർത്ഥ മതമൗലികവാദ സ്വഭാവം പുറത്തെടുക്കുകയായിരുന്നു. പാകിസ്ഥാൻ എന്ന രാജ്യം അതിന്റെ സ്ഥാപക നേതാവായ മണ്ഡലിനോടും അദ്ദേഹം പ്രതിനിധാനം ചെയ്ത ദളിത് സമൂഹത്തോടും ചെയ്ത ക്രൂരതകൾ ഞെട്ടിക്കുന്നതാണ്. വാഗ്ദാന ലംഘനം. ജിന്നയുടെ 33% സംവരണ വാഗ്ദാനം പാകിസ്ഥാൻ ഭരണകൂടം പൂർണ്ണമായും ലംഘിച്ചു. മണ്ഡലിന്റെ സമുദായമായ നാമശൂദ്രം വാൽമീകി വിഭാഗക്കാരും കൂട്ടത്തോടെ ആക്രമിക്കപ്പെട്ടു. നിർബന്ധിത മതം മാറ്റം, അതായത് ദളിത് യുവതികളെ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് നിർബന്ധിതമായി ഇസ്ലാമിലേക്ക് മതം മാറ്റി തൊട്ടുകൂടായ്മ തുടരുന്നു. മതം മാറിയ ദളിതരെ പോലും പള്ളിയിൽ പ്രവേശിപ്പിക്കാനൊന്നും കൂട്ടാക്കാതെ ഇസ്ലാമിക സമൂഹവും അവരോട് അകലം പാലിച്ചു. മണ്ഡലിന് തന്നെ സ്വന്തം ജനതയുടെ പീഡനം തടയാൻ കഴിഞ്ഞില്ല. മന്ത്രിസ്ഥാനത്തിരുന്നിട്ടും സ്വന്തം ജനതയുടെ വിമോചകനാകാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ദളിത് മുസ്ലിം ഐക്യം അതൊരു മരീചികയാണെന്നും അത് കേവലം ഒരു മുസ്ലിം രാഷ്ട്രീയ നേട്ടത്തിനായി ദളിതരെ ഉപയോഗിച്ച് ഒരു വഞ്ചനയുടെ തന്ത്രമായിരുന്നുവെന്നും മണ്ഡലിന് മനസ്സിലായി. മതഭീകരതയുടെ ആ നാട്ടിൽ അദ്ദേഹം ശ്വാസം മുട്ടി. ഒടുവിൽ നിസ്സഹായനും അപമാനിതനുമായ മണ്ഡൽ ആ ദാരുണമായ തീരുമാനമെടുത്തു. 1950 ഒക്ടോബർ 8 അദ്ദേഹം പാകിസ്ഥാൻ നിയമമന്ത്രി സ്ഥാനം രാജിവെച്ചു. പാകിസ്ഥാൻ പ്രധാനമന്ത്രി ലിയാഖത്ത് അലി ഖാന് സമർപ്പിച്ച ആ ചരിത്രപരമായ രാജിക്കത്ത് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ അടിത്തറയിലെ ചതിയുടെ തെളിവാണ്. ആ നീണ്ട കത്തിൽ പാകിസ്ഥാനിലെ ദളിത് സമൂഹത്തിന് നേരെ നടന്ന കൊടിയ പീഡനങ്ങളെക്കുറിച്ചും നീതിന്യായ വ്യവസ്ഥയുടെ നിസ്സംഗതയെക്കുറിച്ചും അദ്ദേഹം വേദനയോടെ കുറിച്ചു. താൻ എങ്ങനെയാണ് ജിന്നയുടെ വാക്കുകളിൽ വിശ്വസിച്ച് ചതിക്കപ്പെട്ടതെന്നും ആ കത്ത് വിളിച്ചു പറയുന്നുണ്ട്. അതൊരു രാജ്യം മാത്രമായിരുന്നില്ല, മറിച്ച് പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാൾ സ്വന്തം രാജ്യത്തെ തള്ളിപ്പറഞ്ഞ ചരിത്രപരമായ കുറ്റസമ്മതമായിരുന്നു. അപമാനിതനായി തകർന്നുപോയ മനസ്സുമായി ജോഗേന്ദ്രനാഥ് മണ്ഡൽ ഇന്ത്യയിലേക്ക് മടങ്ങി. എന്നാൽ ജിന്നയുടെ കയ്യിലെ പാവയായി മുദ്രകുത്തപ്പെട്ട അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഇന്ത്യയിൽ ആരും ഉണ്ടായിരുന്നില്ല. പാകിസ്ഥാന്റെ ക്രൂരമായ ചതിയും ഇന്ത്യയുടെ ബഹിഷ്കരണവും അദ്ദേഹത്തെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തി. അംബേദ്കർ മുന്നറിയിപ്പ് നൽകിയത് കേൾക്കാതെ പോയതിന് അദ്ദേഹം വലിയ വിലയാണ് നൽകേണ്ടി വന്നിരുന്നത്. 1968 എല്ലാവരിൽ നിന്നും ഒറ്റപ്പെട്ട് ഒരു ദുരന്ത നായകനെ പോലെ ജോഗേന്ദ്രനാഥ് മണ്ഡൽ ഈ ലോകത്തോട് വിട പറഞ്ഞു. ജോഗേന്ദ്രനാഥ് മണ്ഡലിന്റെ ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് ഒന്ന് മാത്രമാണ്: ഒരു മതരാഷ്ട്രത്തിന് ന്യൂനപക്ഷങ്ങളോട് നീതി പുലർത്താനൊന്നും കഴിയില്ല. പാകിസ്ഥാൻ എന്ന രാജ്യം അതിന്റെ സ്ഥാപനത്തിന് അതിനുവേണ്ടി ഉപയോഗിച്ച ദളിത് സമൂഹത്തെയും അതിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളെയും നിഷ്കരണം ചതിച്ചു. മതരാഷ്ട്രീയത്തിന്റെ അപകടകരമായ മുഖം നമുക്ക് മുന്നിൽ തുറന്നുകാട്ടിയ ഈ ദയനീയ ജീവിതം മുഹമ്മദ് അലി ജിന്നയുടെ രാഷ്ട്രീയം എത്രത്തോളം വഞ്ചനാപരമായിരുന്നു എന്ന് തെളിയിക്കുന്ന ഏറ്റവും ശക്തമായ ചരിത്ര രേഖയാണ്. പാകിസ്ഥാന്റെ അംബേദ്കറുടെ ഈ ദുരന്ത കാവ്യം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ മതരാഷ്ട്രങ്ങളിൽ വെറും രാഷ്ട്രീയ ഉപകരണങ്ങൾ മാത്രമായി മാറുന്നു എന്നതിന്റെ ചരിത്രപരമായ ഓർമ്മപ്പെടുത്തലാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഈ ഒരു മണ്ഡലിന്റെ ജീവിതം നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.